ഞങ്ങൾക്ക് പ്രത്യേക അടയാളങ്ങൾ കിട്ടുന്ന മാതിരിയാണ്. മാതാവിന് വളരെ അടയാളങ്ങൾ കിട്ടുന്ന ഒരു സുഗന്ധാഭിഷേകം അത് എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ. പുള്ളിയോട് ചോദിച്ചു, പുള്ളി അയ്യോ എനിക്ക് വന്നില്ലല്ലോ മുല്ലപ്പൂവിൻ്റെ മണം എന്നാണ് പറഞ്ഞത്. പിന്നെ അതേമാതിരി ഞാൻ എന്നും ഈ കൊന്ത ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഒരു 5 ജപമാലെങ്കിലും എൻ്റെ അറിയുന്ന രീതിയിൽ ഞാൻ ചൊല്ലാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ജോലിക്ക് പോകുന്ന വഴിയിലും ഓഫീസിൽ നിന്ന് വിട്ട് വരുന്ന വഴിയിലും ബസ്സിലായാലും ഓൺ ദ വേ വീട്ടിലേക്ക് നടക്കുന്ന വഴിയിലായാലും ഇത് ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വരാം. എൻ്റെ ഒരു ദിവസത്തെ ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ അമ്മ മാതാവിൻ്റെ പ്രാർത്ഥനയോടുകൂടി തുടങ്ങി. പിന്നെ ഞാൻ ഓഫീസിൽ പോകുന്ന വഴി ബസ്സിലും വേറെ ഒന്നുമില്ല ചിന്ത. ഇന്ന് ഞങ്ങളെ നയിക്കുന്നത് അമ്മ മാതാവിൻ്റെ ഈ കൃപ ഒന്ന് വന്നിട്ട് മാത്രമാണ് ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് പോലും ഇന്ന് ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നതിന് എനിക്ക് നല്ല പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും വചനങ്ങൾ അച്ഛനിവിടെ ധ്യാനത്തിൽ പറയുന്ന വചനങ്ങൾ എൻ്റെ ബൈബിൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈബിൾ കിട്ടാൻ എന്താ മാർഗ്ഗം എനിക്കറിയില്ല. അപ്പോൾ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് ബൈബിളിൻ്റെ ബൈബിൾ അടിച്ചു കൊടുക്കും. അപ്പോൾ അച്ഛനിവിടെ ധ്യാനത്തിൽ കൂടുന്ന ആ വചനങ്ങൾ പറയുമല്ലോ, ഇങ്ങനെ എനിക്കറിയില്ല ഇത് പറയും. ഞാനൊരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട കുട്ടിയാണ്. അപ്പോൾ ലൂക്ക ഇങ്ങനെ